ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബലരാമന്റെ അടുത്ത് 3 നഴ്സുമാർ വന്ന് പറയുന്നുണ്ട് സാറിനെ ICU 2 മാറ്റുവാന്ന്. ബലരാമൻ ഉടനെ പറയുന്നുണ്ട്, വേണ്ട, എന്നെ എന്തിനാ മാറ്റുന്നത്, എന്നെ ഇവിടുന്ന് മാറ്റണ്ട. അവർ പറയും, അത് പറഞ്ഞാൽ പറ്റില്ല സാർ, ഷിഫ്റ്റ് ചെയ്യാനുള്ളതൊക്കെ എഴുതി കഴിഞ്ഞു, സാറിനെ ഇവിടുന്ന് മാറ്റിയേ പറ്റൂ, എന്തിനാ മാറ്റുന്നതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. സാഗറും സുജാതയെ ഇവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവരോട് ബലരാമൻ പറയുന്നുണ്ട്, അച്ഛാ അമ്മേ, നിങ്ങൾ സേഫായി ഇരിക്കണം. സാഗർ പറയും, ഞങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ നീ വരണ്ട. ബലരാമനെയും കൂട്ടി അവരങ്ങ് പോകും. ബലരാമനെയും കൂട്ടി ICUന്റെ പുറത്തേക്ക് എത്തുമ്പം കൃഷ് അവിടെയുണ്ട്. കൃഷ് ബലരാമനെ കണ്ട് ദേഷ്യത്തോടെ മുഖം തിരിച്ചാണ് നിൽക്കുന്നത്. കൃഷിന്റെ അടുത്ത് എത്തുമ്പം ബലരാമൻ അവന്റെ കൈ കയറി പിടിക്കുന്നുണ്ട്. അനിയാന്ന് വിളിക്കും. കൃഷ് ദേഷ്യത്തോടെ തന്നെ ബലരാമന്റെ കൈ പിടിച്ച് മാറ്റുന്നുണ്ട്. ബലരാമൻ പറയും, കൃഷ്, നീ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം, എന്നാലും നല്ലതുപോലെ അവരെ ശ്രദ്ധിച്ചോണം. നഴ്സുമാരോട് പോവാന്ന് പറയും. ബലരാമനെയും കൂട്ടി അവർ പോകും. കൃഷിന് ഒരു രീതിയിലും ബലരാമനെ അംഗീകരിക്കാൻ പറ്റില്ല. ശത്രുവായിട്ട് പോലും ബലരാമനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവൻ തൻ്റെ ആരുമല്ല എന്നാണ് കൃഷി പറയുന്നത്. നേരെ കൃഷി വരുന്നത് സാഗറിനെ സുജാതയുടെ അടുത്തേക്കാണ്. അന്നേരം ശരിക്കും കൃഷി ഒരു കൊച്ചു കുട്ടികളെ പോലെ പറയുന്നത്. അവൻ എന്തിനാ ഇപ്പോഴും അച്ഛനെ അമ്മയും കയറി അച്ഛൻ അമ്മയും എന്നൊക്കെ വിളിക്കുന്നതെന്ന് ചോദിക്കും. സാഗർ പറയുന്നുണ്ട്, അവനങ്ങനെ വിളിക്കുന്നതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അച്ഛൻ പറഞ്ഞിട്ടാണോ അവനെ ഇവിടുന്ന് മാറ്റിയും ചോദിക്കും. സാഗർ പറയും, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നീയല്ലേ അവനെ ഇവിടുന്ന് മാറ്റണമെന്നും പറഞ്ഞ് പുറത്ത് ബഹളം വെച്ചത്, എല്ലാം സുജു എന്നോട് പറഞ്ഞു. കൃഷി പറയും, സത്യം പറഞ്ഞാൽ അവനെ ഇവിടുന്ന് മാറ്റണമെന്ന് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്, അന്നേരം ദേ അവനെ കൊണ്ടുപോകുന്നു, എന്തുകൊണ്ട് നന്നായി. സാഗർ പറയും, എടാ, കുറേ ദിവസത്തിന് ശേഷം ഇന്നാ നമ്മൾ കാണുന്നത്, അന്നേരം എൻ്റെ കാര്യങ്ങൾ തിരക്കാതെ നീ ബലരാമന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ. കൃഷി ഉടനെ തന്നെ സാഗറിന്റെ അടുത്ത് പോയി സാഗറിന്റെ നെറ്റിയിലെല്ലാം ഉമ്മ കൊടുക്കും. എന്നിട്ട് പറയും, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. സാഗർ പറയും, ഏയ് അതൊന്നും വേണ്ട, അതൊക്കെ നമ്മൾ ഫോണിലൂടെ സംസാരിച്ച് കഴിഞ്ഞ കാര്യമാണ്, ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട. എനിക്ക് വേണ്ടി നീ പുറത്ത് കിടന്ന് ബഹളം വെച്ചെന്ന് അറിഞ്ഞപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി. എനിക്കൊരാപത്ത് വന്നാൽ നീ അവിടെ ഓടി എത്തുമല്ലോ. കൃഷി പറയും, അച്ഛനെ ഒരാപത്തിനും വിട്ടുകൊടുക്കാതെ ഞാൻ കൂടി ഉണ്ടാവും. അച്ഛൻ അമ്മയെന്നും പറഞ്ഞ് വെറുതെ വിളിച്ചു വരുന്ന ബലരാമനെ പോലെയുള്ളവരെ അടുപ്പിക്കാതിരുന്നാൽ മതി. ആ സമയമാണ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത്. സാഗർ, ഇപ്പം എങ്ങനെയുണ്ട്, ഓക്കെ ആണോ? ആ, ഓക്കെ ആണ് ഡോക്ടർ, ടെസ്റ്റ് റിസൾട്ട് എല്ലാം വന്നു, അതിൽ യാതൊരു കുഴപ്പമില്ല, എന്നാലും ഒരു ദിവസം കൂടി ഒബ്സർവേഷനിൽ തന്നെ കിടക്ക്. കൃഷ്, താനിപ്പോൾ ഹാപ്പി ആയില്ലേ? എന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചത്? ഡോക്ടർ പറയും, അല്ല, തനിക്കല്ലായിരുന്നോ നിർബന്ധം ആ ജയിലിൽ നിന്ന് കൊണ്ടുവന്ന പേഷ്യൻറ്റിനെ അച്ഛൻ്റെ അടുത്ത് കടത്തരുതെന്ന്, ഇപ്പം അയാളെ ഇവിടുന്ന് മാറ്റിയല്ലോ. കൃഷി പറയും, അതിന് ഡോക്ടറോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഡോക്ടർ പറയും, അതിന് ഞാനല്ലല്ലോ അയാളെ ഇവിടുന്ന് മാറ്റിയത്, പിന്നെ ആരാ? എല്ലാവർക്കും അത് ഒരു അമ്പരപ്പായിട്ടുണ്ട്. ഡോക്ടർ പറയും, ആരാ ഈ കൺമണി, മോളാണോ മരുമകളാണോ? അന്നേരം തന്നെ എല്ലാവരുടെ മുഖമൊക്കെ അങ്ങ് മാറും. സുജാത ചോദിക്കും, എന്താ ഡോക്ടർ കാര്യം? ഡോക്ടർ പറയും, ACP ദക്ഷ മാഡം സൂപ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു ബലരാമനെ ഇവിടുന്ന് മാറ്റണമെന്നും സാഗറിന് പ്രത്യേക കെയർ കൊടുക്കണമെന്നും, കൺമണി ദക്ഷയുടെ ഫ്രണ്ടാണെന്നും. അത് കേൾക്കുമ്പോൾ തന്നെ കൃഷ്ണൻ ഒരുപാട് സന്തോഷമാവും. ഡോക്ടർ വീണ്ടും ചോദിക്കുന്നുണ്ട്, ആരാ ഈ കൺമണി? എല്ലാവരും മുഖത്തോട് മുഖം നോക്കും. ഉടനെ സുജാത പറയും, ഞങ്ങൾക്ക് അറിയുന്ന ഒരു കുട്ടിയാ. എന്നാൽ ശരി, ഓക്കെ, ഇനിയിപ്പം പേടിക്കണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോകും. സാഗർ ചോദിക്കും, ബലരാമൻ എന്നെ കൊല്ലുമെന്നുള്ള പേടി കൊണ്ടാണോ കൺമണി ACP കൊണ്ടൊക്കെ വിളിച്ച് പറയിച്ചത്? കൃഷി പറയും, എനിക്കറിയില്ല അച്ഛാ, ഇതൊന്നും ഞാൻ അറിഞ്ഞതല്ല, ACP കൺമണിയുടെ ഫ്രണ്ടാന്ന് പോലും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. സാഗർ പറയും, എന്താണേലും ഇപ്പം എനിക്ക് ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, സുജു താൻ ഇനി വീട്ടിൽ പോക്കോ, ഇവിടെ കൃഷി മാത്രം മതി. സുജാത പറയും, പുറത്ത് ചേച്ചിയമ്മയും ഹേമയും മാനസയെല്ലാം ഉണ്ട്. സാഗർ പറയും, അവരെയും കൂട്ടി അങ്ങ് പൊക്കോ, ഞാനും കൃഷിയും കൂടി ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ വീട്ടിലേക്ക് വന്നോളാം. കൃഷിയും പറയും, അതെ അമ്മേ, ഞങ്ങൾ മതി ഇവിടെ, എന്നാൽ ശരിയെന്നും പറഞ്ഞ് സുജാത പുറത്തേക്ക് ഇറങ്ങും. കൃഷി പറയും, എന്നാ അച്ഛാ ഞാനും പുറത്തേക്ക് നിൽക്കാം. സാഗർ പറയും, എടാ, നീ എന്നോട് സോറി പറഞ്ഞു, പക്ഷേ ഞാൻ നിന്നോട് സോറി പറഞ്ഞില്ലല്ലോ, എന്താ അച്ഛാ ഇതെന്നും ചോദിച്ച് കൃഷ് വീണ്ടും വന്ന് സാഗറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. സാഗർ പറയും, നീ ശരിക്കും ഹീറോ ആടാ, അടഞ്ഞു കിടന്ന ഒരു ഫാക്ടറി തുറന്നു, ഒരുപാട് ആൾക്കാർക്ക് ഒരു ജീവിത മാർഗം ഉണ്ടാക്കി കൊടുത്തു, സ്വന്തം അച്ഛന് ആപത്ത് നിറഞ്ഞപ്പം പാഞ്ഞിവിടെ എത്തി, നീ ശരിക്കും സൂപ്പറാടാ, നീ ശരിക്കും ഹീറോയാ. കൃഷി പറയും, ഞാനല്ല ഹീറോ, അച്ഛനാ എൻ്റെ ഹീറോ. പിന്നെ അച്ഛൻ ആ ബലരാമൻ്റെ സെൻറ്റിമെൻറ്റ്സിലൊന്നും വീണ് പോകരുത്. സാഗർ പറയും, നീ പേടിക്കേണ്ടടാ, ബലരാമൻ ഇനി എന്നെ ഒന്നും ചെയ്യില്ല, ഞാനിപ്പം ACPയുടെ ആളല്ലേ. അത് കേട്ട് കൃഷി ചിരിക്കും. അല്ല, കൺമണി ഇവിടെ വന്നിട്ടുണ്ടോ? കൃഷിൻ്റെ മുഖമൊക്കെ മാറുന്ന കണ്ട് സാഗറിന് മനസ്സിലാകും കൺമണി അവിടെ ഉണ്ടെന്ന്. സാഗർ പറയും, ഇവിടെ ഉണ്ടല്ലേ, ഒരു കാര്യം ചെയ്യ്, അമ്മയെല്ലാം വീട്ടിൽ പോയ ശേഷം നീ കൺമണിയും കൂട്ടി ഇങ്ങോട്ട് വാ. കൃഷിൻ്റെ മുഖം അങ്ങ് തെളിയും. കൊണ്ടുവരാമെന്നും പറഞ്ഞ് സാഗറിന് വീണ്ടും ഉമ്മ കൊടുക്കും. എന്നിട്ട് പറയും, എന്നാൽ ശരി അച്ഛാ, ഞാൻ പുറത്ത് നിൽക്കട്ടെ എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. സാഗർ എന്തൊക്കെയോ ആലോചിച്ച് അവിടെ കിടക്കും. ബലരാമനെ കാണാൻ ഭാഗ്യശ്രീ വരുന്നുണ്ട്. അവളെ കാണുമ്പോൾ ബലരാമന് ഒരുപാട് സന്തോഷമാവും. ഏട്ടാ, ഇപ്പം എങ്ങനെയുണ്ട്, വേദനയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. ബലരാമൻ പറയും, വേദനയൊന്നും കുഴപ്പമില്ല മോളെ, നിന്നെ കണ്ടപ്പം പൂർണ്ണമായി മാറി. നമ്മൾ സഹോദരങ്ങളായി ഇരുന്നപ്പോഴാണല്ലോ നമ്മൾ രണ്ടുപേരും ഒരേ രക്തമല്ലെന്ന് തിരിച്ചറിഞ്ഞത്, അതോടെ നീ എന്നെ വിട്ടു പോകുമെന്ന് ഞാൻ ഓർത്തിരുന്നു, പക്ഷെ നിന്നെ ഇപ്പോൾ ഇവിടെ കണ്ടപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി. ഭാഗ്യശ്രീ പറയും, നമ്മുടെ അച്ഛനും അമ്മയും രണ്ടാണെങ്കിലും നമ്മൾ ഒരേ മനസ്സല്ലേ ഏട്ടാ, ഏട്ടൻ ഇപ്പം സംഭവിച്ചതിൻ്റെ പിന്നിൽ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും പങ്കുണ്ടോ?
അവൻ പറയും ഇല്ല മോളെ, അത് ജയിലിൽ ഒരു ഗുണ്ട ചെയ്തതാ, അവന് എന്നോട് പ്രതികാരം ഉണ്ടായിരുന്നു, അതങ്ങനെ കഴിഞ്ഞു. ഭാഗ്യശ്രീ പറയും അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നൊക്കെയാ കേൾക്കുന്നത്, ഞാനും പരാതി കൊടുക്കാൻ പോവാ. ബലരാമൻ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ, അത് ആ വഴിക്കങ്ങ് വിട്ടേക്ക്. പിന്നെ ഞാൻ സാഗർ സാറിനെ, സുജാത മേഡത്തിനെയും കൃഷ്ണനെയൊക്കെ കണ്ടു. എന്നിട്ട് ബലരാമൻ പറയും ഞാൻ അവരെ അച്ഛാന്നും അമ്മയെന്നും വിളിച്ചു. കൃഷ്ണനെ കാണുമ്പം എനിക്ക് അനിയാന്നും വിളിക്കാനാണ് തോന്നുന്നത്, അങ്ങനെ എൻ്റെ നാവി വരുന്നുള്ളൂ. പക്ഷേ സാഗർ സാറും സുജാത മേഡം പറഞ്ഞു അവരെ അച്ഛാന്നും അമ്മയെന്നും വിളിക്കണ്ടെന്ന്. എന്നെ ജനിപ്പിച്ച ആരോ ഉപേക്ഷിച്ച് കളഞ്ഞതാ, പക്ഷെ എനിക്ക് അവരെ കാണുമ്പോഴാ അച്ഛാന്നും അമ്മയെന്നും വിളിക്കാൻ തോന്നുന്നത്. ഭാഗ്യശ്രീ മനസ്സിൽ ചിന്തിക്കും ഏട്ടനോട് തുറന്നു പറയണോ എല്ലാം. പിന്നെ ഓർക്കും വേണ്ട, ഇത് ആശുപത്രിയല്ലേ, ഇവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ല. ബലരാമൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ നമ്മുടെ അച്ഛനും അമ്മയും ഇങ്ങനെയായി പോയത്, എല്ലാവരോടും പക, പ്രതികാരം, ഇത് മാത്രമേ അവരുടെ മനസ്സിലുള്ളല്ലോ. ഭാഗ്യശ്രീ പറയും ഇതിനൊക്കെയുള്ള ശിക്ഷ അവർക്ക് വൈകാതെ കിട്ടുവേട്ടാ. സുജാത ആന്റിയമ്മയോടും മാനസയോടും ഹേമയോടും ഒക്കെ വന്ന് പറയുന്നുണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഇടപെട്ട് ബലരാമനെ ഇവിടെ നിന്ന് മാറ്റിയ കാര്യം. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവും. മാനസ പറയും സാഗരങ്ങളിന് ACP ആയിട്ട് ഇത്രയും ഒരു അടുപ്പം ഉണ്ടായിരുന്നല്ലേ, എന്താണേലും നന്നായി, ബലരാമനെ അവിടെ നിന്ന് മാറ്റിയല്ലോ. ആന്റിയമ്മ ചോദിക്കും ഇനി ബലരാമനെ കൊണ്ട് പേടിക്കേണ്ടതൊന്നും ഇല്ലല്ലോ. സുജാത പറയും വേണ്ട, ഇനി ഒന്നുമില്ല പേടിക്കാൻ. മാത്രമല്ല ബലരാമന്റെ ഇപ്പോഴത്തെ സ്വഭാവവും മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് അവൻ നമുക്കൊരു ഭീഷണിയാവുമെന്ന് തോന്നുന്നില്ല. അതുപോലെയായിരുന്നു അവന്റെ സംസാരമൊക്കെ. മാനസ പറയും ആന്റിയമ്മേ, ആന്റി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ACP ആയിട്ട് സാഗരങ്ങളിൽ ഇത്രത്തോളം അടുപ്പമുള്ള സ്ഥിതിക്ക് നമുക്ക് കൺമണിക്കെതിരെ ഒരു പരാതി കൊടുത്താലോ? നമ്മുടെ കുടുംബകാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുക, അവളെ ഒന്ന് ഒതുക്കണമെന്ന് പറഞ്ഞ് ACP ഇടപെടില്ലേ? ഹേമയും വന്ന് പറയും അതൊരു നല്ല മാർഗമായിട്ടാണ് തോന്നുന്നത്, നമ്മൾ വിചാരിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല, പോലീസ് ഇടപെട്ട എന്തെങ്കിലുമൊക്കെ നടക്കില്ലേ? ആന്റിയമ്മയും പറയും അത് നല്ല ഐഡിയ സുജു, അനിയൻകുട്ടന്റെ വൈഫാന്നും പറഞ്ഞ് നീ അങ്ങ് വിളിക്ക്, എന്നിട്ട് വേണം ആ കൺമണി ഒന്ന് ഒതുക്കാൻ. സുജാത പറയും അത് നടക്കുമെന്ന് തോന്നുന്നില്ല ചേച്ചിയമ്മേ. ആന്റിയമ്മ ചോദിക്കും അതെന്താ, ബലരാമനെ പോലെ ഒരു താപ്പാന ICUവിൽ നിന്ന് മാറ്റാമെങ്കിൽ കൺമണിയെ പോലെ ഒരു ചീള പെണ്ണിനെ ഒതുക്കാനാണോ പ്രയാസം? സുജാത പറയും കൺമണിയുടെ ആളാ അസിസ്റ്റന്റ് കമ്മീഷണർ. അത് കേൾക്കുമ്പോൾ തന്നെ 3 പേരും അന്തം വിട്ട് ഞെട്ടുന്നുണ്ട്. എന്താന്ന് മാനസ ചോദിക്കുമ്പോൾ സുജാത പറയും കൺമണി ഇടപെട്ടിട്ടാ ബലരാമനെ സാഗറിന്റെ റൂമിൽ നിന്ന് മാറ്റിയത്, അല്ലാതെ സാഗർ അല്ല. കൂടുതൽ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയതും കൺമണി ഇടപെട്ടതുകൊണ്ടാ. ഓ അങ്ങനെയാണോന്ന് ആന്റിയമ്മ ചോദിക്കുന്നുണ്ട്. മാനസയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. അവൾ ആരാ നമ്മളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാനെന്നും ചോദിച്ച് ഒച്ച വെക്കുന്നുണ്ട്. അവളുടെ ശുപാർശ വേണോ അങ്കിളിന് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്താൻ? അങ്കിളിന് പോലീസിൽ നല്ല പിടിപാടില്ലേ, അത് വെച്ച് നോക്കിയാൽ പോരായിരുന്നോ? വെറുതെ അവളെ ഇതിനകത്ത് ഇടപെടിയിച്ചു. ഇനിയിപ്പോൾ അവക്കെതിരെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? മോളെ അതിന് ഞങ്ങളൊന്നും അറിഞ്ഞതല്ല, ICUവിൽ നിന്ന് ബലരാമനെ മാറ്റുന്ന കണ്ടപ്പോഴാ ഞങ്ങൾ തന്നെ കാര്യം അറിയുന്നത്. പിന്നെ ഡോക്ടറാ വന്ന് പറഞ്ഞത് ദക്ഷാമ്മയുടെ നേരിട്ടാ ഇടപെട്ടേന്ന്. ഈ ACP ദക്ഷാമ്മയുടെ കൺമണിയുടെ ഫ്രണ്ടാന്നും. എല്ലാവർക്കും നിരാശയാവും. ആ സമയമാണ് കൃഷ് ICUവിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്. ആന്റിയമ്മ പറയുന്നുണ്ട് ആരെയാണോ നമ്മൾ അടിച്ച് പുറത്താക്കാൻ ഇരുന്നത് അവളുടെ സഹായം ഒരു ഉളുപ്പുമില്ലാതെ നമുക്ക് വാങ്ങിക്കേണ്ടി വരും. മാനസ ചോദിക്കും കൃഷും കൂടി അറിഞ്ഞിട്ടാണോ കൺമണി ACPയെ വിളിച്ച് ഇതൊക്കെ പറഞ്ഞത്? കൃഷ് അന്നേരം പറയും അല്ല, എനിക്കിപ്പോൾ എവിടെയോ കേട്ട ഒരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്നത്. എന്തായിരുന്നു അത്? ആ, മോൻ ചത്താലും കുഴപ്പമില്ല, മരുമോളുടെ കണ്ണീര് കണ്ടാൽ മതിയെന്ന്. അതുപോലെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല, കൺമണി ഇടപെട്ട് രക്ഷിക്കേണ്ടെന്ന്. അച്ഛന് ഭീഷണിയായി ഒരുത്തൻ ICUവിൽ കയറി, നമ്മളെല്ലാം മുൾമുനയിലായിരുന്നു. ആ സമയം സഹായിക്കാൻ വന്ന ഒരാളോട് നന്ദി വാക്ക് പറയുകയും നല്ലതുപോലെ സംസാരിക്കുക നമ്മൾ ചെയ്യേണ്ടത്. മാനസ പറയും കൃഷ് അങ്ങനെ അവളെ ന്യായീകരിക്കാനൊന്നും നിൽക്കണ്ട. അവൻ പറയും നല്ലത് കണ്ട ന്യായീകരിക്കുക തന്നെ ചെയ്യും. കൺമണി കാരണം അലികയ്ക്കൊന്നും നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം കിട്ടിയ ശങ്കർ മോഹൻ പ്രോജക്റ്റ് വരെ, അത് കാരണം അലികയിലുള്ള എനിക്കും നിനക്കും ഉൾപ്പെടെയുള്ളവർക്ക് ആ നേട്ടം കൂടി വരാൻ പോകുന്നത്. അല്ലാതെ ആരെങ്കിലും ചെയ്തു വെച്ച ഡിസൈൻ അടിച്ചു മാറ്റിയല്ല നേട്ടം കൊണ്ടുവരേണ്ടത്. നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാ പോലീസിന്റെ സഹായം നമുക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റാഞ്ഞത്? നിനക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടായിരുന്നു? എന്താ നിനക്ക് അതിനുള്ള ബന്ധമില്ലേ? അതോ ബന്ധം ഉണ്ടെങ്കിൽ നീ അതിനെ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യത്തുള്ളോ? സ്വന്തം കഴിവില്ലായ്മ മറച്ചു വെക്കാൻ മറ്റുള്ളവരുടെ നേട്ടത്തെ കരിവാരി തേച്ചിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ കേൾക്കുമ്പോൾ ഹേമയ്ക്കും അങ്ങ് ഇഷ്ടപ്പെടില്ല. കൃഷ് മര്യാദയ്ക്ക് സംസാരിക്കണം എന്നൊക്കെ ഹേമ പറയുന്നുണ്ട്. ദേ സുജു, നീയാ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. നീ മര്യാദയ്ക്ക് അവനോടങ്ങ് സംസാരിക്കാൻ നോക്ക്. കൺമണിയായിട്ട് നമുക്കൊന്നും വേണ്ട, അവള് കാരണം ഇപ്പം ഇവിടെ എല്ലാ പ്രശ്നവും ഉണ്ടാവുന്നത്. സുജാത പറയും സാഗറിന് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, ബലരാമന്റെ ഭീഷണിയില്ല, നമ്മൾ വീട്ടിലേക്ക് പൊക്കോളാൻ സാഗർ പറഞ്ഞു. ഇവിടെ ഇപ്പം കൃഷി മാത്രം മതി, വീട്ടിൽ ചെന്നിട്ട് നമുക്ക് വിശദമായിട്ട് തന്നെ എല്ലാം സംസാരിക്കാം. ആന്റി നിങ്ങൾ എല്ലാവരും പൊക്കോ, ഞാൻ പക്ഷെ വരത്തില്ല. മാനസ് പറയുമ്പോഴത്തേക്കും കൃഷി പറയും അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ ഞാൻ മാത്രം മതി, ബാക്കി എല്ലാവരും പൊക്കോ. സുജാത പറയുന്നുണ്ട് ഡോക്ടറും സാഗറും ഒക്കെ പറഞ്ഞു ബാക്കി എല്ലാവരും പൊക്കോളാൻ, കൃഷി മാത്രം മതി ഇവിടെന്ന്. മാനസ പറയും പറ്റില്ല, ആരൊക്കെ പറഞ്ഞാലും ദൈവം തമ്പുരാൻ പറഞ്ഞാലും ശരി, ഞാൻ ഇവിടുന്ന് വരില്ല, ഇവിടെ തന്നെ ഞാൻ നിൽക്കും. അകത്ത് കിടക്കുന്നതേ എന്റെ ഭർത്താവാൻ പോകുന്ന ആളുടെ അച്ഛനാ. സുജാത പറയും ഒന്ന് നിർത്തുന്നുണ്ടോ? ആരൊക്കെ വന്നാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ഇവിടുന്ന് പോവാ. ആന്റിയമ്മയ്ക്കും ചേച്ചിയമ്മയ്ക്കും ഹേമയ്ക്കും വരുന്നുണ്ടെങ്കിൽ വരാമെന്നും പറഞ്ഞ് സുജാത നടക്കാൻ തുടങ്ങുമ്പോൾ മാനസ സുജാതയുടെ കൈ കയറി പിടിക്കും. എന്നിട്ട് ചോദിക്കും ആന്റിയും എനിക്കെതിരാവുകയാണോ? സുജാത പറയും മോളെ, നീ തന്നെയാ എൻ്റെ മകന്റെ ഭാര്യ, അതിലിനി ഒരു മാറ്റവും ഇല്ല. ഞാൻ മനസ്സിൽ ഉറപ്പിച്ച കാര്യം അത്.
ആ കാര്യത്തിന് നിന്റെ കൂടെ ഞാൻ നിൽക്കുകയും ചെയ്യും എന്ന് കരുതി ആശുപത്രി കടന്ന് വെറുതെ വഴക്ക് കൂടാൻ എന്നെ കിട്ടില്ല. ഞാൻ പോവാന്നും പറഞ്ഞ് സുജാത നടക്കും. ആൻറ്റിയമ്മയ്ക്കും മാനസയ്ക്കൊക്കെ ഒരു വിജയിച്ചിരിയാണ്. കൃഷ്ണന് നല്ല ദേഷ്യം വരും. ആൻറ്റിയമ്മ പതിയെ മാനസയുടെ അടുത്ത് നിന്ന് പറയും, എന്തൊക്കെ വന്നാലും കൺമണി ഇങ്ങോട്ട് അടുപ്പിക്കരുത്. മാനസ പറയും, ഇല്ല ആൻറ്റിയമ്മേ, എനിക്ക് ജീവനുണ്ടെങ്കിൽ കൺമണി ഞാൻ ഇവിടെ അടുപ്പിക്കത്തില്ല. അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എന്നാൽ ശരിയെന്നും പറഞ്ഞിട്ട് ആൻറ്റിയമ്മയും ഹേമയും അവിടെ നിന്ന് പോകും. കൃഷ്ണൻ്റെ അടുത്ത് നിന്ന് മാനസ പറയും, നീ മനസ്സിൽ കാണുമ്പം ഞാൻ മാനത്ത് കാണും. ഞങ്ങളെല്ലാവരും ഇവിടുന്ന് പോയി കഴിഞ്ഞ് കൺമണിയായിട്ട് ഇവിടെ സുഖിക്കാനായിരുന്നു നിന്റെ പരിപാടിയല്ലേ? അങ്ങനെ ഞാൻ ഇവിടെ ഉള്ളപ്പം കണ്ട അലവലാദികളൊന്നും ഇവിടെ കയറി നിരങ്ങണ്ട. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. കൃഷ്ണന് ദേഷ്യവും നിരാശയും എല്ലാം വരും. എങ്ങനെ കൺമണിയെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലുമെന്നോർത്ത് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.